ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് നേരെ വീണ്ടും ആക്രമണം. സുനിത്പൂരിൽ വെച്ച് തന്റെ വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടായതായി ജയ്റാം രമേശ് ആരോപിച്ചു. യാത്രയുടെ പോസ്റ്റർ വിൻഷീൽഡിൽ നിന്ന് വലിച്ചു കീറിയെന്നും കോൺഗ്രസ് വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചുവെന്നും ജയ്റാം രമേശ് സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു. ആക്രമണത്തിന് പിന്നിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണെന്നും ജയ്റാം രമേശ് ആരോപിച്ചു. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, തുടർച്ചയായി ആക്രമണം ഉണ്ടാകുന്നു. ഇതിലിപ്പോൾ കോൺഗ്രസിന്റെ പ്രതികരണം വരുന്നു, ജയ്റാം രമേശിന്റെ പ്രതികരണം വരുന്നു. ഏത് തരത്തിലേക്ക് ആക്രമണം ഉണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്? സംശയിക്കുന്നത് എന്താണ് കോൺഗ്രസ്? അനുജ, ഇത് രണ്ടാം തവണയാണ് ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് നേരെ അസമിൽ വെച്ച് ആക്രമണം ഉണ്ടാകുന്നത്. അരുണാചൽ പ്രദേശിലെ സന്ദർശനം പൂർത്തിയാക്കി ഇന്ന് രാവിലെയാണ് അസമിലേക്ക് ഭാരത് ജോഡോ ന്യായ് യാത്ര തിരിച്ചെത്തിയത്. ഈ യാത്ര തുടരുന്നതിനിടെ ഏതാണ്ട് 1 മണിക്കൂർ മുമ്പാണ് തൻ്റെ വാഹനത്തിന് നേരെ ആക്രമണമുണ്ടായതായി ജയ്റാം രമേശ് അറിയിച്ചിരിക്കുന്നത്. വാഹനത്തിൽ പതിച്ചിരുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ പോസ്റ്ററുകൾ അക്രമികൾ വലിച്ചു കീറിയതായും കോൺഗ്രസ് വിരുദ്ധ മുദ്രാവാക്യം മുഴക്കിയെന്നും വിൻഷീൽഡിൽ അടിച്ചു എന്നുമാണ് ജയ്റാം രമേശ് ആരോപിക്കുന്നത്. കൂടാതെ വാഹനങ്ങൾക്ക് നേരെ വെള്ളം ചീറ്റുകയും ചെയ്തു എന്നും ആണ് ജയ്റാം രമേശിന്റെ ആരോപണം. സുനിത്പൂരിലെ ജമ്മുഗുഡി ഹാട്ടിൽ വെച്ചാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നാണ് ജയ്റാം രമേശ് വിശദീകരിക്കുന്നത്. ഇതിന് പിന്നിൽ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന BJP യുവമോർച്ച പ്രവർത്തകരാണ് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഭാരത് ജോഡോ യാത്രയ്ക്ക് പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ വലിയ ജനപങ്കാളിത്തം കണ്ട് വിറളി പിടിച്ച ഹിമന്ത ബിശ്വ ശർമ്മ ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്കായി അക്രമികളെ അഴിച്ചുവിടുകയാണ് എന്നാണ് ആരോപണം. വെള്ളിയാഴ്ച രാത്രിയും ഭാരത് ജോഡോ യാത്രയുടെ വാഹനങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടാവുകയും നിരവധി വാഹനങ്ങളുടെ ഗ്ലാസുകൾ തകർക്കുകയും ചെയ്തിരുന്നു. ഭാരത് ജോഡോ യാത്ര പോകുന്ന വഴിയിൽ സ്ഥാപിക്കാനായി കൊണ്ടുപോയിരുന്ന ബോർഡുകളുമായി പോയ വാഹനങ്ങൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ഇതുകൂടാതെ വഴിയരികിൽ സ്ഥാപിച്ചിരുന്ന ബാനറുകളും ബോർഡുകളും വ്യാപകമായി കീറുകയും ചെയ്തിരുന്നു. ഇത് ACC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ അടക്കമുള്ളവർ ശക്തമായ ഭാഷയിൽ ഇതിനെ അപലപിക്കുകയും തുടർന്ന് പോലീസിൽ കോൺഗ്രസ് പരാതിപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും ഇന്ന് അല്പസമയം മുമ്പ് ആക്രമണമുണ്ടായിരിക്കുന്നത്. അനുജ, ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് നേരെ അസമിൽ വീണ്ടും ആക്രമണമുണ്ടായി. അതിന്മേലുള്ള പ്രതികരണം ജയ്റാം രമേശ് എക്സിൽ നടത്തുകയും ചെയ്തു. ഇന്ന് സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, അഴിമതിക്കാർക്ക് മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ്. സഹകരണ മേഖലയിലെ അഴിമതിക്കെതിരെ മുഖ്യമന്ത്രി, ഏതെങ്കിലും സ്ഥാപനത്തിന് ദുഷിപ്പുണ്ടായാൽ ആ സ്ഥാപനത്തെ മാത്രമല്ല കേരളത്തിന്റെ സഹകരണ മേഖലയാകെ ഇത് ബാധിക്കും. അഴിമതിക്കാർക്കെതിരെ കർക്കശമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ പ്രചാരണത്തിനു വേണ്ടി ഉപയോഗിക്കുകയാണ്. കരുവന്നൂർ കേസിലെ പ്രധാന പ്രതിയെ മാപ്പുസാക്ഷിയാക്കുന്നത് നിയമപരമായി തെറ്റാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് ദുഷിപ്പുണ്ടായാൽ അത് ആ സ്ഥാപനത്തെ മാത്രമല്ല ബാധിക്കുക, കേരളത്തിൻ്റെ സഹകരണ മേഖലയുടെ വിശ്വാസ്യതയാണ് ബാധിക്കുക. അപ്പോൾ നാം കേരളത്തിൻ്റെ സഹകരണ മേഖലയുടെ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടിക്കൂടാ എന്നതിൽ ഉറച്ചു നിൽക്കേണ്ടതായിട്ടുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ അനഭിലഷണീയമായ പ്രവണതകൾ ഉണ്ടായെന്ന് മന്ത്രി VN വാസവനും പറഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരായ 7 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. 106 കോടി രൂപ നിക്ഷേപകർക്ക് മടക്കി നൽകിയെന്നും ബാക്കിയുള്ളത് നൽകാനുള്ള നടപടി സ്വീകരിക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായ വിവാദമായ ഒരു ബാങ്കാണ് കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക്. ആ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ ഒരു ബാങ്കിലും നടക്കാൻ പാടില്ലാത്ത രൂപത്തിലുള്ള അനഭിലഷണീയമായ പ്രവണതകളാണ് നടന്നത്. ഗുരുതരമായ തെറ്റ് കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ 2011 ആരംഭിച്ചതാണ്. ആ 2011 ആരംഭിച്ച തെറ്റുകൾക്ക് ഇപ്പോഴാണ് നമുക്ക് പിടികൂടാൻ കഴിഞ്ഞത്. ആ സംഘത്തിലെ നിക്ഷേപകർക്ക് നിക്ഷേപം മടക്കി കൊടുക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാക്കി സഹകരണ വകുപ്പ് ഇടപെട്ട് ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കിയതിന്റെ ഫലമായി ഇപ്പൊ 106 കോടി രൂപ അവിടെ നിക്ഷേപകർക്ക് മടക്കി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയും നിങ്ങളെ അറിയിക്കുകയാണ്. വിശദാംശങ്ങളുമായി അലക്സ് റാം മുഹമ്മദ്. അലക്സ്, ഇതിൽ കരുവന്നൂരിൽ ചില പ്രശ്നങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് കരുവന്നൂർ എന്ന പേരെടുത്ത് പറയാതെയാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. സഹകരണ മേഖലയിൽ ചില പ്രശ്നങ്ങളുണ്ട്, അഴിമതികളുണ്ട്.
പക്ഷേ അത് ആർത്തി കൊണ്ടാണ് എന്നൊക്കെയുള്ള അദ്ദേഹം വ്യക്തമാക്കുമ്പോഴും കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലിനെ അതിരൂക്ഷമായി മുഖ്യമന്ത്രി വിമർശിക്കുന്നതാണ് നമ്മൾ കേട്ടത്. അതും പേരെടുത്ത് പറയാതെ ഒന്നാം പ്രതിയെ മാപ്പ് സാക്ഷിയാക്കുന്നതിലൂടെ എന്താണ് കേന്ദ്ര ഏജൻസികൾ ചെയ്യുന്നത്? അവരെ രക്ഷിക്കുകയാണ്, ഇത് രാഷ്ട്രീയ ലക്ഷ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കാൻ ഉദ്ദേശിച്ചത് എന്താണ്? അനുജ, ഒന്ന് സംസ്ഥാനത്തെ സഹകരണ മേഖലയിൽ പ്രത്യേകിച്ച് ചില സഹകരണ ബാങ്കുകളിൽ അഴിമതിയുണ്ട്. ആ അഴിമതിക്കാരെ സംസ്ഥാന സർക്കാർ സംരക്ഷിക്കില്ല, അവർക്ക് യാതൊരുവിധ പരിരക്ഷയും നൽകില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സഹകരണ മേഖലയെ ചാരി കേന്ദ്ര ഏജൻസികൾക്ക് രാഷ്ട്രീയം കളിക്കാനും അനുവദിക്കില്ല, അതിൽ പ്രതിരോധം തീർക്കും. അങ്ങനെ രണ്ടു കാര്യങ്ങളാണ് മുഖ്യമായി മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത്. സംസ്ഥാന സഹകരണ യൂണിയന്റെ 9ാം സഹകരണ കോൺഗ്രസ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അതിൽ അദ്ദേഹം പറഞ്ഞത് ചില സഹകരണ ബാങ്കുകൾക്കെതിരെ കേൾക്കുന്ന വാർത്തകൾ അത് സഹകരണ മേഖലയാകെ ആ ദുഷിപ്പ് ബാധിക്കുന്നതാണ്. അത്തരത്തിലുണ്ടാകരുത്, സഹകരണ മേഖലയുടെ വിശ്വാസം അതിൽ കോട്ടം തട്ടുന്ന ഒരു നടപടിയും ഉണ്ടാകരുത് എന്നാണ് അദ്ദേഹം ആമുഖമായി പറഞ്ഞത്. അഴിമതി ചില മേഖലയിൽ കണ്ടുവരുന്നുണ്ട്. സഹകരണ മേഖല പൊതുവെ എല്ലാ മേഖലയിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട് കേരളത്തിൽ. ഈ മുന്നേറ്റത്തിൽ വലിയ ഗുണവും ചില ദോഷങ്ങളും ഉണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അഴിമതി പ്രശ്നങ്ങൾ ചെറിയ തോതിൽ പലയിടങ്ങളിലും കാണുന്നുണ്ട്. സഹകരണ മേഖല കരുത്താർജിച്ചപ്പോൾ ഈ ദുഷിച്ച പ്രവണതകൾ പൊങ്ങി വന്നതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ആർത്തി മൂത്തവരാണ് ഇത്തരത്തിൽ അഴിമതിയുടെ ഭാഗമാകുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ ഒരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട്. കർക്കശമായ നടപടി ഉണ്ടാകും. ഓഡിറ്റിംഗിലടക്കം ഇത്തരം ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയാൽ അത് പോലീസിന് കൈമാറും എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അഴിമതിക്കാർ രക്ഷപ്പെട്ടുകൂടാ എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിൻ്റെതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം അദ്ദേഹം ഈ വിഷയത്തിൽ പറഞ്ഞത് തെറ്റു ചെയ്യുന്നവർക്കെതിരെ കർശനമായ നടപടി, ഒപ്പം പക്ഷേ ആ സ്ഥാപനത്തിൽ തെറ്റ് കണ്ടു എന്ന് കരുതി ആ സ്ഥാപനത്തെ ഒറ്റപ്പെടുത്തുകയോ തകർക്കുകയോ ചെയ്യില്ല, ആ സഹകരണ സ്ഥാപനത്തെ സംരക്ഷിക്കുന്നതാണ് സർക്കാരിൻ്റെ നിലപാടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കേന്ദ്ര ഏജൻസികൾക്കെതിരെ അദ്ദേഹം ഉയർത്തിയ വിമർശനം. അദ്ദേഹം പറയുന്നത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം സംസ്ഥാനത്ത് ഇത്തരം ബാങ്കുകളിലും ആ വിഷയങ്ങളിലും ഉണ്ടാകും. അത് നല്ലതിനാണ്, ഗുണപരമായ കാര്യത്തിനാണെങ്കിൽ അതിനെ അംഗീകരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇവിടെ കാണുന്നത് മറ്റൊന്നാണ്. കാരണം സ്വർണ്ണക്കടത്ത് കേസ് സംസ്ഥാനത്തുണ്ടായപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം വേണമെന്ന് കത്തു നൽകിയത് സംസ്ഥാന സർക്കാരാണ്. പക്ഷേ ആ അന്വേഷണ ഏജൻസി ഇവിടെ വന്ന് എന്താണ് ചെയ്തതെന്ന് എല്ലാവരും കണ്ടതാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഒരു സഹകരണ ബാങ്കിൽ, അത് കരുവന്നൂരിനെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറയുന്നത്, ഒരു സഹകരണ ബാങ്കിൽ ഇത്തരത്തിൽ ക്രമവിരുദ്ധമായ നടപടികൾ ഉണ്ടായി. അതിൽ ഈ ദേശീയ ഏജൻസികൾ അന്വേഷണത്തിലെത്തി. പക്ഷേ ഒന്നാം പ്രതിയെ മാപ്പുസാക്ഷിയാക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. പകരം ഈ ഒന്നാം പ്രതി പറയുന്ന കാര്യങ്ങൾ വെച്ച് മറ്റുള്ളവരെ തേജോവധം ചെയ്യുന്ന നിലപാടിലേക്ക് പോയി. ദേശീയ അന്വേഷണ ഏജൻസികൾ അത്തരത്തിൽ രാഷ്ട്രീയ പ്രചരണം നടത്തുന്നു എന്ന വിമർശനമാണ് മുഖ്യമന്ത്രി പ്രധാനമായി ഉയർത്തിയത്. അതിൽ പ്രതിരോധം തീർക്കും എന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമപരമായി നടക്കാൻ പറ്റാത്തതാണ് ഈ കേന്ദ്ര ഏജൻസികൾ ഇത്തരത്തിൽ ചെയ്യുന്നതെന്നാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. മുഖ്യമന്ത്രി കരുവന്നൂർ ബാങ്കിന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ സഹകരണ വകുപ്പ് മന്ത്രി സഹകരണ മന്ത്രി അലക്സ് അതിൽ പറയുമ്പോൾ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, നടക്കാൻ പാടില്ലാത്ത ചിലത് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഉദ്യോഗസ്ഥരെ പഴിചാരുന്നതല്ലേ നമ്മൾ കേട്ടത്? അനുജ, തീർച്ചയായും സഹകരണ വകുപ്പ് മന്ത്രി ഉദ്യോഗസ്ഥരെ പഴിചാരിയിട്ടുണ്ട്. അതായത് ഉദ്യോഗസ്ഥർ അറിയാതെ ഒരു ക്രമക്കേടും കരുവന്നൂർ ബാങ്കിൽ നടക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കരുവന്നൂർ ബാങ്കിൽ അനഭിലഷണീയമായ കാര്യങ്ങൾ നടന്നു എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ സഹകരണ മേഖലയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് ഓരോന്നോരോന്നായി പരിഹരിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ ഈ കണ്ടല ബാങ്കിന്റെ അടക്കം കാര്യങ്ങൾ അദ്ദേഹം പരാമർശിച്ചു പോയി. കരുവന്നൂരിലുണ്ടായത് 2011 മുതലുണ്ടായ പ്രശ്നങ്ങളാണ്. അത് ഈയിടെയാണ് ആ പ്രശ്നങ്ങൾ പുറത്തു വന്നത്. അതിൻ്റെ ആ പ്രശ്നങ്ങൾ വെളിവാക്കപ്പെട്ടതും അതിനെതിരെ നടപടി സ്വീകരിക്കുന്നതും അന്വേഷണമൊക്കെ ആയത് ഈ ഇടെയാണ്. കുറ്റക്കാരായ 7 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു, ആ ബോർഡ് പിരിച്ചുവിട്ടു. സാധ്യമായ നടപടികളെല്ലാം സർക്കാരും വകുപ്പും അതിനോടനുബന്ധിച്ച് ചെയ്തു. 106 കോടി രൂപ നിക്ഷേപകർക്ക് ഇതിനോടകം തിരിച്ചു നൽകിയിട്ടുണ്ട്. ബാക്കി തുക തിരിച്ചു നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ സഹകരണ വകുപ്പ് മന്ത്രി വ്യക്തമാക്കുന്നത് സഹകരണ മേഖലയ്ക്ക് മുകളിൽ, സഹകരണ ബാങ്കുകൾക്ക് മുകളിൽ ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികൾ വട്ടമിട്ട് പറക്കുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ അത് ജീവനക്കാർ കൃത്യമായി തന്നെ ആ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. ഈ അഴിമതി വെച്ച് പൊറുപ്പിക്കില്ല എന്ന് പൊതുവിൽ മന്ത്രിയും പറയുന്നുണ്ട്, മുഖ്യമന്ത്രിയും പറയുന്നുണ്ട്. ഒപ്പം കേന്ദ്ര ഏജൻസികളുടെ രാഷ്ട്രീയമായ ഇടപെടലിനെ അവർ ചോദ്യം ചെയ്യുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, കരുവന്നൂരുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും EN വാസവനും നടത്തിയ പരാമർശം, അതിന്റെ വിവരങ്ങളാണ് അലക്സ് റാം മുഹമ്മദ് നൽകിയത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠ നാളെ.
അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ നാളെ. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. പ്രവേശനത്തിന് അനുമതിയില്ലെങ്കിലും കടുത്ത ശൈത്യത്തെ അവഗണിച്ച് നിരവധി പേരാണ് അയോധ്യയിലേക്ക് എത്തുന്നത്. ത്രിതല സുരക്ഷയാണ് ക്ഷേത്രത്തിന് ചുറ്റും. ക്ഷണം ലഭിച്ച അതിഥികൾക്കും രജിസ്ട്രേഷൻ നിർബന്ധമാക്കി. പ്രധാനമന്ത്രി നാളെ അയോധ്യയിലെത്തും. അയോധ്യയിൽ നിന്ന് എസ് വിജയകുമാറും ആർ രാധാകൃഷ്ണനും തത്സമയം. ആദ്യം എസ് വിജയകുമാറിലേക്ക്. എസ് വിജയകുമാർ, പ്രധാനമന്ത്രി നാളെ കൃത്യം എത്ര മണിക്കെത്തുമെന്നൊക്കെയുള്ള വിവരങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഏത് തരത്തിലേക്കാണ് നിലവിൽ സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്? രജിസ്ട്രേഷൻ അടക്കം ഈ അതിഥികൾക്കുമൊക്കെ നിർബന്ധമാണോ? അനുജ, ഇന്നത്തെ പൂജകൾ, അതായത് പുതിയ ക്ഷേത്രത്തിലേക്ക് പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ഇന്ന് നടക്കേണ്ട വൈദിക കർമ്മങ്ങൾ, അത്തരം പൂജകൾ ഇപ്പോഴും തുടരുകയാണ് ക്ഷേത്ര പരിസരത്തും മറ്റുമായി. അത് വിവിധ തരത്തിലുള്ള പൂജകളാണ്. അത് ഈ പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി ചെയ്തു തീർക്കേണ്ട അത്തരം പൂജകൾ ഇന്നുകൊണ്ട് പൂർത്തിയാകും. നാളെ മുതൽ ഈ പുതിയ വിഗ്രഹം അതിന്റെ പ്രതിഷ്ഠ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് പോകും. അതിന് മുന്നോടിയായുള്ള കർമ്മങ്ങളാണ്, വൈദിക കർമ്മങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രധാനമന്ത്രിയുടെ അയോധ്യയിലേക്കുള്ള യാത്രയുടെ സമയവിവരം ഇതിനോടകം പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടിട്ടുണ്ട്. നാളെ രാവിലെ 10:25 അയോധ്യ വിമാനത്താവളത്തിൽ പുതിയ വാത്മീകി ഇന്റർനാഷണൽ എയർപോർട്ടിൽ പ്രധാനമന്ത്രി എത്തും. അതിനുശേഷം 10:55 അയോധ്യയിലെ ക്ഷേത്ര പരിസരത്ത് അദ്ദേഹം വരും. തുടർന്ന് ഏതാണ്ട് 1 മണിക്കൂർ അദ്ദേഹത്തിന്റെ സമയക്രമത്തിൽ ഷെഡ്യൂളുകൾ ഒന്നുമില്ല. ആ സമയത്ത് ഒരു പക്ഷേ അദ്ദേഹം സരയൂ സ്നാനത്തിന് പോയേക്കുമെന്ന ഒരു വിവരം ഇവിടെയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ സരയൂവിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. 11:30 മുതൽ ഏതാണ്ട് ഒരു 12:30 വരെ പ്രധാനമന്ത്രി ക്ഷേത്രത്തിൽ ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കും. 12:30ക്കും 1 മണിക്കും ഇടയിലായിരിക്കും ഈ പ്രതിഷ്ഠ നടക്കുക. അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്ന ആ സമയം, ആ ടൈമാണ്, അതാണ് മുഹൂർത്തം എന്ന് പറയുന്നത്. 12:30ക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും അത് പൂർത്തിയാകും. ചിലപ്പോൾ കൃത്യം 12:30ക്ക് തന്നെ അത് നടക്കുകയും ചെയ്യും. ആ മട്ടിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. സുരക്ഷയുടെ കാര്യത്തിൽ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്ത വലിയ ആൾക്കൂട്ടം അയോധ്യ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി. ഇവിടെ നിന്നൊരു 3-4 കിലോമീറ്റർ നേരെ നടന്നാൽ ക്ഷേത്രത്തിലേക്ക് എത്താൻ കഴിയും. ആ ക്ഷേത്രത്തിലേക്കുള്ള കവാടത്തിന്റെ മുന്നിലെത്തും. അപ്പോൾ ഈ ദൂരം അത്രയും ഇങ്ങനെ കാൽനടയായി നടന്ന് ഇവിടേക്ക് എത്തുന്ന വലിയ ജനക്കൂട്ടം, അവരെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഏറ്റവും പിന്നിൽ ഈ ക്ഷേത്ര കവാടം, ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട റോഡിന്റെ ഭാഗം, അവിടെ നിന്ന് തുടങ്ങുന്നതാണ് ഈ യാത്ര. വാഹനങ്ങൾക്ക് അവിടെയൊക്കെ പാർക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. 50 കേന്ദ്രങ്ങളിൽ പാർക്കിങ്ങിന് അനുവാദം കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് വരുന്ന വാഹനങ്ങൾക്ക് മുഴുവൻ അവിടെ എത്തും. അവിടെ മാത്രമേ അനുവാദം കൊടുത്തിട്ടുള്ളൂ. ഈ പാസ് പ്രത്യേക ക്ഷണമോ അല്ലെങ്കിൽ ആ നിലയിൽ ഇവിടേക്ക് ക്ഷണിക്കപ്പെട്ടവരോ രാവിലെ തന്നെ ക്ഷേത്ര പരിസരത്ത് എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 7000-ഓളം ആളുകൾക്ക് മാത്രമേ ആ നിലയിൽ അനുവാദമുള്ളൂ. വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ഉൾപ്പെടെ ഈ ചില നയതന്ത്ര ഉദ്യോഗസ്ഥരടക്കമുള്ളവർ അവിടേക്ക് എത്തുമെന്ന് കരുതുന്നുണ്ട്. അവർക്കടക്കം ഏതാണ്ട് 7000-ഓളം പേർക്ക് മാത്രമേ ആ വേദിയിലേക്ക്, ആ ക്ഷേത്ര പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ഭാഗത്തേക്ക്, അതിന്റെ പരിസരത്തേക്ക് അനുവാദമുള്ളൂ. ബാക്കി എല്ലാവർക്കും ഈ നഗരത്തിലൊക്കെ പലയിടങ്ങളിലായി വലിയ സ്ക്രീനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഇരുന്ന് ഇത് കാണാൻ കഴിയും. ആ നിലയിലാണ് ഇത്തരം കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. 3 ലെയറാണ് അനുജ ഇവിടുത്തെ സുരക്ഷ. റെഡ് സോൺ, ഓറഞ്ച് സോൺ, യെല്ലോ സോൺ അങ്ങനെ തിരിച്ചിട്ടുണ്ട്. അതിൽ റെഡ് സോണിൽ ക്ഷേത്ര പരിസരത്ത് അവിടെ ഈ NSG കമാൻഡോസിന് തുല്യമായി NSG തന്നെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ പരിശീലനം നേടിയ ഏതാണ്ട് 1000-ഓളം വരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ, ഉത്തർപ്രദേശ് പോലീസിലെ പ്രത്യേക വിങ് ആണ്, അവർക്കായിരിക്കും ക്ഷേത്രത്തിന്റെ സുരക്ഷാ ചുമതല. അതിന് താഴെ ഓറഞ്ച് സോണിലും യെല്ലോ സോണിലും ഉത്തർപ്രദേശ് പോലീസും CRPF അടങ്ങുന്ന സംഘം ആ സുരക്ഷ നിർവഹിക്കും. നഗരത്തിൽ ഏതാണ്ട് 10,000-ലധികം AI ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഒപ്പം CCTVകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഒപ്പം ആകാശത്തുനിന്ന് ഡ്രോൺ വഴിയുള്ള ഏരിയൽ സർവേ എപ്പോഴും നടക്കുന്നുണ്ട്. ഹെലികോപ്റ്ററുകൾ നിരന്തരമായി ഇവിടെ പരിശോധന നടക്കുന്നുണ്ട്. പഴുതടച്ച സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അയോധ്യയിൽ ഏതാണ്ട് ഒരു ഉത്സവ സമാനമായ സാഹചര്യമാണ്, അന്തരീക്ഷമാണുള്ളത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 10,000-കണക്കിനോ ലക്ഷക്കണക്കിനോ എന്ന് പറയാം നമുക്ക് തീർത്ഥാടകർ ഇതിനോടകം തന്നെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തമ്പടിച്ചിട്ടുണ്ട്. ഇവരോട് ഈ ദിവസങ്ങളിൽ ഇവിടേക്ക് വരേണ്ടതില്ല, പിന്നീടാവാം എന്ന് പ്രധാനമന്ത്രിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും ഒക്കെ നേരത്തെ പറഞ്ഞതാണ്. പക്ഷെ അതൊന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ല. എല്ലാവരും ഈ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ മഠാധിപതിമാരുടെ ഒക്കെ കൂടെ
പദയാത്രയായും വാഹനങ്ങളിലുമൊക്കെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആളുകളെ കൊണ്ട് ഈ നഗരം നിറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യമൊന്നും എവിടെയെങ്കിലും കിട്ടുമെന്ന് കരുതാൻ കഴിയില്ല. അപ്പോൾ എല്ലാവരും ഈ നഗരത്തിൽ തമ്പടിക്കും. പ്രാണപ്രതിഷ്ഠ എവിടെങ്കിലുമൊക്കെ നിന്ന് കാണും. പിന്നീട് ക്ഷേത്ര ദർശനവും നടത്തി തിരികെ പോകും എന്നാണ് ഇവരിൽ എല്ലാവരും തന്നെ അറിയിച്ചിരിക്കുന്നത്. കുറച്ചു പേർക്കൊക്കെ ക്ഷണം ലഭിച്ചിട്ടുണ്ട്. അവർക്ക് രാവിലെ ക്ഷേത്രത്തിലേക്ക് പോവുകയും ചെയ്യാം. ഈ പ്രധാനമന്ത്രി പോയതിനു ശേഷം മറ്റന്നാൾ ഈ ക്ഷേത്രം വിശ്വാസികൾക്ക് പ്രവേശിക്കാൻ അനുവാദമുണ്ടാകും. പക്ഷെ ആ സമയത്തൊക്കെ വലിയ തിരക്കായിരിക്കും. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് കുറെ ആളുകൾക്ക് അന്നൊക്കെ ദർശനത്തിന് അനുവാദമുണ്ടാകുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. എന്തായാലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. VVIPകളൊക്കെ ഇന്ന് വൈകുന്നേരത്തോടെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നാളെ എത്തും. അപ്പോൾ നഗരം ആകെ ഏതാണ്ട് അണിഞ്ഞൊരുങ്ങിയ മട്ടിൽ തന്നെയാണ് അയോധ്യ നഗരമാകെ. എല്ലായിടത്തും പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് വലിയ ദീപപ്രഭയിലൊക്കെ വിതറി. വൈകുന്നേരമൊക്കെ രാത്രിയൊക്കെ ആകുമ്പോൾ സരയുവിന്റെ തീരവും അയോധ്യയുടെ ഈ തെരുവീതികളുടെ ഇരുഭാഗവും ഒക്കെ ആ നിലയിൽ ക്രമീകരിച്ചിരിക്കുകയാണ്. അങ്ങ് ദൂരെ കാണാം അനുജ, വലിയ ഒരു സംഘം ഘോഷയാത്രയായി ആരവങ്ങളൊക്കെ മുഴക്കി അങ്ങ് ദൂരെ നിന്ന് ഒരു സംഘത്തിന്റെ യാത്രയുണ്ട്. ഇതുപോലെയുള്ള ചെറുതും വലുതുമായ സംഘങ്ങൾ ഇങ്ങനെ നിരന്തരമായി തുടർച്ചയായി നഗരത്തിൽ നിന്നും ഈ ക്ഷേത്ര പരിസരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പദയാത്രയായി. അത് ഇന്ന് രാവിലെ മുതൽ ഇന്നലെ ഉച്ച മുതൽ തുടങ്ങിയ കാഴ്ചയാണ്. ആ കാഴ്ച ഇങ്ങനെ തുടരുന്നു. ലതാ മങ്കേഷ്കറിന്റെ പേരിലുള്ള ഒരു ജംഗ്ഷൻ ഇതിന് തൊട്ടു പുറകിലുണ്ട്. അവിടെ നിരന്തരം കലാപരിപാടികളൊക്കെ നടക്കും. ഏറ്റവും കൂടുതൽ രാമഭക്തി ഗാനങ്ങൾ പാടിയത് ലതാ മങ്കേഷ്കറാണ്. അതുകൊണ്ട് ലതാ മങ്കേഷ്കർക്ക് ഒരു സ്മാരകം തന്നെ അവിടെയുണ്ട്. ലതാ മങ്കേഷ്കർ ചൗക്ക് എന്നാണ് അത് അറിയപ്പെടുന്നത്. അവിടെയാണ് ഈ ഘോഷയാത്രയൊക്കെ തുടക്കം. അവിടെ നിന്ന് ഭജനയൊക്കെ പാടി ഈ സംഘം വരും. ഇത് മറ്റൊരു ഭാഗത്തും ഇത്തരത്തിൽ കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അനുജ, ശരി. രാധാകൃഷ്ണനിലേക്ക് കൂടി. ഇപ്പോൾ അനുബന്ധ പൂജകൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായി നടക്കുന്നുണ്ട്. ആ പൂജകളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ? ഇനി നാളെ നടക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്കുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാണ്? അനുജ, ഈ അനുബന്ധ പൂജകൾ ഇപ്പോഴും തുടരുകയാണ്. ഏതാണ്ട് സന്ധ്യയോടുകൂടിയായിരിക്കും ഈ പൂജകൾ അവസാനിക്കുക. ഇപ്പോൾ ഈ ക്ഷേത്രത്തിലെ ശുദ്ധി അടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകളാണ് ഏറ്റവും അവസാന ഘട്ടത്തിൽ നടക്കുന്നത്. രാവിലെ കലശം നടന്നിരുന്നു. ആ കലശ ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട്. സരയുവിൽ നിന്ന് കൊണ്ടുവന്ന ജലം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ശുദ്ധി കലശം അടക്കമുള്ളവ നടന്നത്. ഇനി ഉള്ളത് ഈ പൂജകൾക്കെല്ലാം ശേഷം ഇന്ന് ശയ്യയിലേക്ക് പ്രവേശിക്കും പുതിയ രാമവിഗ്രഹം എന്നുള്ളതാണ്. അതിനുശേഷം ആയിരിക്കും നാളെ ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ ആരംഭിക്കുക. കണ്ണുകൾ മൂടിക്കെട്ടിയ രീതിയിലായിരിക്കും ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന്റെ ഭാഗമായിട്ട് രാമവിഗ്രഹം ഉണ്ടാകുന്നത്. അതിനുശേഷം ഈ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ് മൂലമന്ത്രം ഉപദേശിക്കുന്നതിന് തുടർച്ചയായിട്ടാണ് ഈ കണ്ണുകളിലെ കെട്ട് അഴിക്കുക. ആ കെട്ടഴിച്ച് ആദ്യം കാട്ടുന്നത് കണ്ണാടിയായിരിക്കും. ആദ്യ രൂപം ഈ രാംലല്ല കാണേണ്ടത് രാംലല്ലയുടേത് തന്നെ ആയിരിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ കണ്ണാടി ദർശിപ്പിക്കാനായിട്ടുള്ള നടപടികൾ ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും മറ്റുള്ള അവിടെ എത്തിയിരിക്കുന്ന അതിഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് സന്ദർശനം നൽകാനായിട്ട് ദർശനം നടത്താനായിട്ടുള്ള അനുവാദം ഉണ്ടാകുന്നത്. ഈ ചടങ്ങുകളെല്ലാം ഏതാണ്ട് 12:30 മണിയോടുകൂടി തന്നെ നാളെ പൂർത്തിയാകും എന്നുള്ളതാണ്. പൊതുജനങ്ങൾക്ക് വേണ്ടി ഈ ക്ഷേത്രത്തിൽ ദർശനം അനുവദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളായിരിക്കും പിന്നീടുള്ള മണിക്കൂറുകളിൽ നടത്തുക. 23-ാം തീയതി തന്നെ ഈ പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കണം എന്ന തീരുമാനമാണ് ഇപ്പോൾ ഉള്ളത്. ആ പ്രവേശനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ തന്നെ അയോധ്യയിലെത്തി പല മേഖലകളിൽ തമ്പടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇത് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ്, അഥവാ ഇനി ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വൈകൽ ഉണ്ടായാൽ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകും എന്നൊരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിധത്തിൽ ഉള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഞാനീ നിൽക്കുന്ന ഈ ലതാ മങ്കേഷ്കർ ചൗക്ക് ഒരുപക്ഷെ ഈ ജനസമുദ്രമായി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എല്ലായിടങ്ങളിലും വലിയ രീതിയിലുള്ള ജനപ്രവാഹം ഇങ്ങോട്ടുണ്ടാകുന്നു. പോലീസ് പറഞ്ഞതനുസരിച്ച് ഈ മേഖലയിലേക്ക് ഇന്ന് ഏതെങ്കിലും വിധത്തിൽ ഒരു ഇവിടേക്ക് ആളുകളെ കടത്തിവിടുന്ന സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. പക്ഷേ പോലീസിന്റെ എല്ലാവിധത്തിലുള്ള വിലക്കുകളും ലംഘിച്ചുകൊണ്ട് ചെറുകൂട്ടങ്ങളായി എത്തിയ ആളുകൾ വീണ്ടും ഈ നഗരത്തിലേക്ക് എത്തുകയും അത് വലിയ കൂട്ടമായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ പോലീസിനെ സംബന്ധിച്ച് നിയന്ത്രിക്കുന്നതിന് വലിയ പ്രതിബന്ധങ്ങളുണ്ട്. കാരണം ഈ വന്നിരിക്കുന്ന കൂട്ടങ്ങളിൽ ഭൂരിപക്ഷവും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ആളുകളാണ് എന്നുള്ളതാണ് പോലീസിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുന്നത്. അവർക്കൊന്നും ഈ നഗരത്തിന്റെ ഒരു ഭാഗത്തും അവർക്ക് താമസിക്കാനുള്ള സൗകര്യം പോലും ലഭിച്ചിട്ടല്ല അവരിവിടേക്ക് വന്നിരിക്കുന്നത്. പലരും ഈ നിരത്തുകളുടെ പല ഭാഗത്തും കടുത്ത തണുപ്പാണെന്ന് അനുജയ്ക്ക് അറിയാമല്ലോ. കടുത്ത തണുപ്പിനെ അതിജീവിച്ചുകൊണ്ടാണ്
അവരെല്ലാവരും ഇവരെ തുടരുന്നത്. ഈ ഒരു ശരി. സാഹചര്യത്തെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് പോലീസ് ഇപ്പോഴത്തെ ഈ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നത്. പ്രധാനമന്ത്രി നാളെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങി റോഡ് മാർഗം ഇവിടേക്ക് എത്തുമെന്നാണ് ഇപ്പോഴും തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ജനക്കൂട്ടം ഇങ്ങനെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അദ്ദേഹം ഹെലിപാഡിൽ, അയോധ്യയിലെ ഹെലിപാഡിൽ വരുന്നതിന്, ക്ഷേത്രത്തിന് സമീപം ഒരുക്കിയിട്ടുള്ള ഹെലിപാഡിൽ വരുന്നതിനെ കുറിച്ചും ഒരു പ്ലാൻ ബി എന്ന രീതിയിലുള്ള ഒരു ആലോചന ഉണ്ട്. ഏതായാലും കൃത്യസമയത്ത് തന്നെ ഈ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ ചടങ്ങുകൾ പൂർത്തിയാക്കിയതിന് ശേഷം പ്രധാനമന്ത്രി അവിടെ എത്തിയിരിക്കുന്നവരെ അഭിസംബോധന ചെയ്യും. അദ്ദേഹം ഈ സരയൂ സ്നാനത്തിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അത് പ്രധാനമന്ത്രിയുടെ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെ ഒരു തീരുമാനം അന്തിമമാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. നാളെ പല ഏതാണ്ട് 151 പരം രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന പുണ്യനദികളിലെ ജലം ഉപയോഗിച്ചുകൊണ്ടുള്ള ശരി. അയോധ്യ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നാളെയാണ്. നാളെ ഉച്ചയ്ക്കാണ് പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കാനിരിക്കുന്നത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാകുന്നു. തത്സമയ വിവരങ്ങളാണ് എസ് വിജയകുമാറും ആർ രാധാകൃഷ്ണനും നൽകിയത്. അതിനിടെ അയോധ്യ പ്രതിഷ്ഠാ ദിവസം പ്രഖ്യാപിച്ച അവധി അത് ഇതിനോടകം തന്നെ വിവാദമായിട്ടുണ്ട്. ഡൽഹി എയിംസ് അവധി പിൻവലിച്ചു. കനത്ത വിമർശനങ്ങൾക്ക് പിന്നാലെയായിരുന്നു തീരുമാനം. മഹാരാഷ്ട്ര സർക്കാർ നാളെ പ്രഖ്യാപിച്ച അവധി, പുതുച്ചേരി ജിപ്മർ ഉച്ചവരെ പ്രഖ്യാപിച്ച അർദ്ധദിന അവധി, ഇതെല്ലാം മദ്രാസ്, ബോംബെ ഹൈക്കോടതികൾ ശരിവെച്ചു എന്നതും ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തയാകുന്നു. ഹർജിക്കാർക്ക് രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് മഹാരാഷ്ട്ര സർക്കാർ പ്രഖ്യാപിച്ച അവധിയുമായി ബന്ധപ്പെട്ട് ബോംബെ ഹൈക്കോടതി നടത്തിയ വിമർശനം. അതിനിടെ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് സർക്കാർ നാളെ അവധി പ്രഖ്യാപിച്ചു. ബിജെപിയുടെ രാഷ്ട്രീയ പരിപാടി എന്ന കോൺഗ്രസ് വിമർശനം നിലനിൽക്കെയാണ് ഹിമാചൽ സർക്കാരിന്റെ അവധി പ്രഖ്യാപനം. ആർ അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, എയിംസിന്റെ കാര്യത്തിൽ അത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതേ തുടർന്ന് ആ അവധി പിൻവലിക്കുന്നു. എന്നാൽ ജിപ്മർ അവധി പിൻവലിക്കുന്നില്ല. മഹാരാഷ്ട്ര സർക്കാർ കാര്യത്തിൽ അത് കോടതി തന്നെ ഹർജിക്കാരന്റെ ഹർജി തള്ളുന്ന സാഹചര്യം, ഹർജിക്കാരന് രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടു. എന്താണ് ഈ അവധിയുമായി ബന്ധപ്പെട്ടിന്ന് വിവിധ കോടതികളിലും ഒക്കെ ഉണ്ടായിട്ടുള്ള നടപടിക്രമങ്ങൾ? അതുപോലെ പല സ്ഥാപനങ്ങൾ ആ തീരുമാനം ചിലത് പിൻവലിക്കുന്നു, മറ്റു ചിലത് നിലനിർത്തുന്നു. ഹിമാചൽ സർക്കാർ ആകട്ടെ കോൺഗ്രസ് സർക്കാർ ആണെങ്കിൽ പോലും അവർ അവധി നൽകുന്ന തീരുമാനത്തിലേക്ക് പോകുന്നു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിശദാംശങ്ങളും എങ്ങനെയാണ്? അനുജ, എയിംസിനെ സംബന്ധിച്ച് ഇന്നലെയായിരുന്നു ആ ഒരു ഉത്തരവ് വരുന്നത്. അതായത് 2:30 വരെ OPD-കൾ താൽക്കാലികമാണ്, അതായത് അർദ്ധദിന അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് വരുന്നത്. അതിന് പിന്നാലെ തന്നെ വലിയ വിമർശനങ്ങൾ പല ദിക്കിൽ നിന്നും ഉണ്ടായിരുന്നു. കാര്യം ഇത്തരത്തിൽ ആശുപത്രികൾ അടച്ചിടുന്നത് ഈ മനുഷ്യത്വത്തിനെതിരായിട്ടുള്ള ഒരു പ്രവൃത്തിയാണെന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഈ എയിംസ് പ്രഖ്യാപിച്ച അർദ്ധദിന അവധി പിൻവലിക്കുന്നത്. OPD വിഭാഗത്തിനടക്കം നൽകിയ അവധി പിൻവലിച്ചുകൊണ്ട് എയിംസ് വീണ്ടും രംഗത്ത് വരികയാണ്. ഇനി കോടതികളിലേക്ക് വന്ന കേസുകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ, മദ്രാസ് ഹൈക്കോടതിയിൽ വന്നത് ഈ പുതുച്ചേരി ജിപ്മർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഈ അവധി നൽകിയ അർദ്ധദിന അവധിയായിരുന്നു നൽകിയത്, അവർ ഉത്തരവിറക്കിയത്. ഇതിനെതിരെയാണ് മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നത്. എന്നാൽ ആ ഹർജി പരിഗണിക്കവേ കോടതി ബെഞ്ച് ഈ ഹർജിക്കാരനോട് എന്താണ് ഇതിനെ പറ്റിയിട്ടുള്ള വിഷയങ്ങളെന്ന് ചോദിച്ചപ്പോൾ പ്രധാനമായും ഉന്നയിച്ചത് ഈ ആശുപത്രിയിലെ അടിയന്തര സാഹചര്യങ്ങൾ അത് ഏർപ്പെടുത്താതെ വന്നു കഴിഞ്ഞാൽ അത് രോഗികളെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇതിന് വിശദീകരണമായി അഡീഷണൽ സോളിസിറ്റർ ജനറൽ അറിയിച്ചത് യാതൊരു തരത്തിലും ഈ അടിയന്തര സൗകര്യങ്ങൾ അല്ലെങ്കിൽ അടിയന്തര സേവനങ്ങൾ നൽകുന്നതിൽ ഒരു വീഴ്ചയും വരുത്തില്ല. കാര്യം അതെല്ലാം സാധാരണ നിലയിൽ എന്ന പോലെ തന്നെ പ്രവർത്തിക്കുമെന്നുള്ളത് ഈ അഡീഷണൽ സോളിസിറ്റർ ജനറൽ അറിയിച്ചു. അത് നിരീക്ഷിച്ചുകൊണ്ടാണ് മദ്രാസ് ഹൈക്കോടതി ഈ ഒരു വിഷയത്തിൽ ഉത്തരവ് നൽകുന്നത്. അതായത് ഹർജിക്കാരൻ മുന്നോട്ട് വെച്ച ആ ഒരു ആശങ്ക അത് നിലനിൽക്കില്ല എന്ന് കോടതി നിരീക്ഷിക്കുകയുണ്ടായി. അങ്ങനെ ആ ഹർജി തള്ളിക്കൊണ്ട് കോടതി ആ ഒരു അവധി പുറത്തിറക്കിച്ച ഉത്തരവ് അത് ശരിവെക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ബോംബെ ഹൈക്കോടതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര സർക്കാർ പ്രഖ്യാപിച്ച അവധി അതിനെതിരെയാണ് ഹർജി നൽകിയത്. 4 നിയമ വിദ്യാർത്ഥികളാണ് ഹർജി നൽകിയത്. പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് സംസ്ഥാനം ഇത്തരത്തിൽ അതായത് മതേതരത്വത്തിന് വെല്ലുവിളി ഉയർത്തുന്ന രീതിയിലാണ് സംസ്ഥാന സർക്കാർ എടുത്ത തീരുമാനം എന്നുള്ളത്. അങ്ങനെ സർക്കാരിൻ്റെ താല്പര്യപ്രകാരം അവധികൾ നൽകാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ഹർജിയിലൂടെ മുന്നോട്ട് വെച്ച വാദം. എന്നാൽ അത് പരിശോധിക്കവെയാണ്
വേണ്ട രീതിയിലുള്ള രേഖകൾ അത് ഹർജിക്കാർ സമർപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ AG അടക്കം അറിയിച്ചത് ഈ നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് സർക്കാരിന് കഴിയും, സംസ്ഥാന സർക്കാരിന് അത്തരം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. അത് നേരത്തെ വന്നിട്ടുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവടക്കം ചൂണ്ടിക്കാട്ടിയിട്ടാണ് അഡ്വക്കേറ്റ് ജനറൽ ഈ വിഷയത്തിൽ വാദങ്ങൾ മുന്നോട്ട് വച്ചത്. ഒപ്പം തന്നെ കോടതി ഈ ഹർജിക്കാരോട് പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു. അതായത് മതിയായ രേഖകളില്ലാതെ തെറ്റായ വാദങ്ങൾ ഉന്നയിക്കരുതെന്ന് പറഞ്ഞു. നിങ്ങൾ ഈ ഉന്നയിക്കുന്ന വാദങ്ങൾ അത് ഏത് രേഖയുടെ അടിസ്ഥാനത്തിലെന്ന് കൂടി കോടതി ചോദിക്കുന്ന ഒരു ഘട്ടമുണ്ടായി. പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ ഹർജി നൽകിയതെന്ന് പോലും കോടതി ഹർജിക്കാരോട് വിമർശന രൂപേണ ചോദിച്ചു. അങ്ങനെ അത്തരം വാദങ്ങൾക്കൊടുവിലാണ് കോടതി പറഞ്ഞത് സംസ്ഥാനങ്ങൾക്ക് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുവാനുള്ള അധികാരമുണ്ട്. ഒപ്പം തന്നെ ഈ സർക്കാർ തീരുമാനങ്ങളിൽ ജുഡീഷ്യൽ അഭിപ്രായങ്ങൾ കൂട്ടിക്കലർത്തുന്നത് അത് അനുയോജ്യമായ ഒരു കാര്യമല്ലെന്ന് കൂടി നിരീക്ഷിച്ചുകൊണ്ട് ആ ഹർജിയും തള്ളുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെല്ലാം ഒടുവിലാണ് ഈ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എല്ലാ സംസ്ഥാനങ്ങളിൽ ആദ്യമായി ഹിമാചൽ പ്രദേശ് ഈ പ്രാണപ്രതിഷ്ഠാ ദിവസം അവധി പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. പൊതുവെ ഈ അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് അത്തരത്തിലേക്ക് ഇതിനോടകം തന്നെ വിവാദമായി മാറിയിട്ടുണ്ട്. പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്ന നാളെ അർദ്ധ അവധി പ്രഖ്യാപിച്ചത്. അതിനിടെയാണ് ഇന്ന് കൂടുതൽ അത്തരത്തിലേക്കുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. ഡൽഹി എയിംസ് ആകട്ടെ ആ തീരുമാനം പിൻവലിക്കുകയും ചെയ്യുന്നു. R. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ അഫ്ഗാനിസ്ഥാൻ മലനിരകളിൽ മൊറോക്കൻ എയർ ആംബുലൻസ് തകർന്നു വീണു. ദസോ ഫാൽക്കൺ 10 എന്ന വിമാനത്തിൽ 6 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. തായ്ലൻഡിൽ നിന്ന് മോസ്കോയിലേക്ക് പോവുകയായിരുന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ധനം നിറയ്ക്കാൻ വിമാനം ഗയയിൽ ഇറങ്ങിയിരുന്നതായി വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. വിമാനം തകർന്ന ടോപ്ഖാന മലനിരകളിൽ പരിശോധനയ്ക്കായി പ്രത്യേക സംഘത്തെ താലിബാൻ അയച്ചിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, അപകട കാരണം ഇതിനോടകം നമുക്ക് വ്യക്തമാക്കിയിട്ടുണ്ടോ അധികൃതർ? മറ്റൊന്ന്, ഇതിലുണ്ടായിരുന്ന 6 യാത്രക്കാരെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? അനുജ, ഈ അപകടത്തിന്റെ കാരണവും യാത്രക്കാരുടെ വിശദാംശങ്ങളും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ആധികാരികമായി ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് റഷ്യയിലെ ഔദ്യോഗിക വ്യോമയാന ഏജൻസിയായ റോസ് ഏവിയേഷൻ ആണ്. റോസ് ഏവിയേഷൻ വ്യക്തമാക്കുന്നത് ഇതൊരു റഷ്യൻ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് വിമാനമാണ്. കൂടാതെ ഈ വിമാനത്തിൽ 6 പേർ ഉണ്ടായിരുന്നു. അതിൽ 4 പേർ വിമാനത്തിലെ ജീവനക്കാരും 2 പേർ യാത്രക്കാരുമാണ് എന്നുള്ളതാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ വിമാനം ഫ്രഞ്ച് നിർമ്മിതമാണ്. ദസോ കമ്പനിയുടെ ഫാൽക്കൺ 10 എന്ന മോഡലിലുള്ള വിമാനമാണ്. പഴക്കമുള്ള ഒരു ചെറു വിമാനമാണ് ഇത് എന്നാണ് സ്ഥിരീകരണം. ഒപ്പം തന്നെ ഈ വിമാനത്തിൻ്റെ റൂട്ടായി ഈ റോസ് ഏവിയേഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യയിലെ ഗയയിൽ നിന്നും താഷ്കന്റ് വഴി മോസ്കോയിലേക്കുള്ള യാത്രയിലായിരുന്നു വിമാനം എന്നുള്ളതാണ്. എന്നാൽ ഇക്കാര്യത്തിൽ DGCAയും ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയവും ഈ വിമാനം പുറപ്പെട്ടത് ഗയയിൽ നിന്നല്ല എന്നും മറിച്ച് തായ്ലൻഡിൽ നിന്നും പുറപ്പെട്ട് ഇന്ധനം നിറയ്ക്കാനായി ഗയയിൽ ഇറങ്ങിയ ശേഷം വീണ്ടും യാത്ര തിരിച്ചതാണ് ഈ വിമാനം എന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ ഈ അപകടം നടന്ന മലനിരകളിലേക്ക് പരിശോധന നടത്തുന്നതിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. എന്നാൽ വളരെ ഉയരത്തിലും ദുർഘടമായ ഒരു പ്രദേശത്തുമാണ് ഈ അപകടം നടന്നത് എന്നാണ് ഈ അഫ്ഗാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എത്തി പരിശോധന നടത്തി വിവരങ്ങൾ ലഭ്യമാകാൻ സമയം കൂടുതൽ എടുത്തേക്കാം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ അഫ്ഗാൻ മാധ്യമങ്ങൾ അഫ്ഗാൻ അധികൃതരെ ഉദ്ധരിച്ചുകൊണ്ട് തകർന്നു വീണതൊരു ഇന്ത്യൻ വിമാനമാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത് വലിയ ആശങ്കകൾക്ക് ഇടയാക്കിയിരുന്നു. എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ ഇന്ത്യ ഇക്കാര്യം നിഷേധിക്കുകയും മൊറോക്കൻ രജിസ്റ്റേർഡായ ഒരു വിമാനമാണ് ഇത് എന്ന സ്ഥിരീകരണം നൽകുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഈ അപകട കാരണമായി അഫ്ഗാൻ സ്ഥിരീകരിക്കുന്നത് ഈ മലനിരകളിൽ ഇടിച്ചാണ് അപകടം ഉണ്ടായത് എന്നുള്ളതാണ്. എന്നാൽ റഷ്യ ഇക്കാര്യം നിഷേധിക്കുന്നു. മറിച്ച് വിമാനത്തിൻ്റെ യന്ത്ര തകരാറാണ് അപകടത്തിന് കാരണം എന്നുള്ളതാണ്. ഈ യാത്രക്കാരുടെ വിവരങ്ങൾ അടക്കമുള്ളവ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഇവിടെ എത്തി പരിശോധന നടത്തിയ ശേഷമായിരിക്കും ഇതിൻ്റെ ഈ വിമാനത്തിൻ്റെ മറ്റ് പരിശോധനകൾ ഉൾപ്പെടെയുള്ളവ നടത്തുകയും ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തുകയും ചെയ്ത ശേഷം മാത്രമായിരിക്കും അപകടത്തിൻ്റെ യഥാർത്ഥ കാരണം, ഒപ്പം മരിച്ചവരുടെ അല്ലെങ്കിൽ അവർ മരിച്ചിട്ടുണ്ടോ എന്നത് അടക്കമുള്ള സ്ഥിരീകരണം, ആരെങ്കിലും ഇപ്പോഴും പരിക്കേറ്റ് കഴിയുന്നുണ്ടോ എന്നടക്കമുള്ള സ്ഥിരീകരണം ലഭ്യമാകൂ. അനുജ, അഫ്ഗാൻ മലനിരകളിലാണ്
മൊറോക്കൻ നിർമ്മിത എയർ ആംബുലൻസ് തകർന്നു വീണത് 6 യാത്രക്കാരുണ്ടായിരുന്നു എന്നതാണ്. എന്നാൽ ഈ യാത്രക്കാരുമായി ബന്ധപ്പെട്ട് നിലവിൽ പുതിയ വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല. എന്താണ് അപകട കാരണം എന്നതിലും വ്യക്തതയില്ല. യന്ത്ര തകരാർ എന്ന തരത്തിലേക്ക് സ്ഥിരീകരിക്കാത്ത വിവരം പുറത്തു വരുന്നുണ്ട്. ഇന്ന് സംഭവിച്ച മറ്റൊരു വാർത്തയിലേക്ക്. തൃശൂർ തിരിച്ചു പിടിക്കാൻ പ്രത്യേക തെരഞ്ഞെടുപ്പ് തന്ത്രം മെനയാൻ CPI. BJPക്ക് പിന്നാലെ കോൺഗ്രസും തൃശൂരിൽ പ്രചാരണം നടത്തുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന എക്സിക്യൂട്ടീവിലെ തീരുമാനം. പുതിയ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരെ സ്ഥാനാർത്ഥി നിർണയത്തിന് കാക്കരുതെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, ഇതിനോടകം തന്നെ BJPയുടേത് വളരെ മുമ്പ് തന്നെ സുരേഷ് ഗോപിക്ക് വേണ്ടിയൊക്കെയുള്ള പ്രചാരണം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം TN പ്രതാപന് വേണ്ടി പല കുറി ചുവരെടുത്ത് വരുന്നു, അദ്ദേഹം വിലക്കിയിട്ട് പോലും ചുവരെടുത്ത് വരുന്നു എന്ന തരത്തിലേക്ക് ആ വാർത്തകൾ പുറത്തു വന്നു. ഇന്നലെ ഏറ്റവും ഒടുവിലായി VS സുനിൽകുമാറിന് വേണ്ടിയൊക്കെയുള്ള ഒരു സോഷ്യൽ മീഡിയ പ്രചാരണവും കണ്ടു. ഏതായാലും വൈകിക്കരുത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം എന്നതിലേക്കാണോ ഇന്നിപ്പോൾ CPI എക്സിക്യൂട്ടീവ് എത്തിച്ചേർന്നത്? അനുജ, ഉറപ്പായും. കാരണം തൃശ്ശൂരിൽ ഇതിനോടകം തന്നെ BJPയും അതേപോലെ തന്നെ കോൺഗ്രസും അവരുടെ പ്രചാരണവുമായി സജീവമായിട്ടുണ്ട്, അല്ലെങ്കിൽ കളം നിറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJPയെ സംബന്ധിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് തൃശ്ശൂരിലേക്ക് എത്തുന്ന സാഹചര്യം. അതേപോലെ തന്നെ കോൺഗ്രസ് ആകട്ടെ KPCCയുടെ മഹാസമ്മേളനം അടുത്ത മാസം തൃശ്ശൂരിൽ നടക്കുകയാണ്. അതിൽ അവരുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെ തന്നെയായിരിക്കും എത്തുക. അങ്ങനെ മറ്റിരു പാർട്ടികളും സജീവമായതോടുകൂടിയാണ് CPI ഇക്കാര്യത്തിൽ ചില തന്ത്രങ്ങൾ മെനയാൻ തീരുമാനിച്ചിട്ടുള്ളത്. തൃശ്ശൂർ തിരിച്ചുപിടിക്കാൻ പ്രത്യേക തന്ത്രം ആവിഷ്കരിക്കുമെന്നുള്ളതാണ് CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കോൺഗ്രസിന്റെ പരിപാടി കൂടി കഴിഞ്ഞ് തന്ത്രം തയ്യാറാക്കാനാണ് സംസ്ഥാന എക്സിക്യൂട്ടീവ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മണ്ഡലമായി തൃശ്ശൂർ മാറും. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടുള്ള ചില കരുക്കൾ തൃശ്ശൂരിൽ നീക്കണമെന്നുള്ള കാര്യവും കൂടി ഇന്ന് ഈ CPI എക്സിക്യൂട്ടീവിൽ അഭിപ്രായമായി ഉയർന്നു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPIക്കുള്ള സീറ്റുകളിൽ അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങൾ വൈകരുത് എന്നുള്ള അഭിപ്രായം കൂടി എക്സിക്യൂട്ടീവിൽ ഉയർന്നിട്ടുണ്ട്. ഈ സ്ഥാനാർത്ഥി നിർണയത്തിന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരെ കാക്കരുതെന്നാണ് അംഗങ്ങളുടെ അഭിപ്രായം. തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയും ഒരു ഘടകമാണ്. പുതിയ സാഹചര്യത്തിൽ നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് ഉചിതമാകുമെന്നും എക്സിക്യൂട്ടീവിൽ അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. ഏതായാലും കരുതലോടുകൂടി മുന്നോട്ട് പോകാനാണ്, അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനാണ് നിലവിൽ ഇപ്പോൾ CPI എക്സിക്യൂട്ടീവിൽ തീരുമാനിച്ചിട്ടുള്ളത്. അനുജ. ശരി, CPI എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തുവന്ന വാർത്തയുടെ വിശദാംശങ്ങളാണ് ഷഫീദ്. തിരികെ വാർത്തകളിലേക്ക്. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനമായ നാളെ അഭിഭാഷകർ കോടതിയിൽ ഹാജരാകാത്തതിന്റെ പേരിൽ പ്രതികൂല ഉത്തരവുകൾ ഉണ്ടാകരുതെന്ന് സുപ്രീം കോടതി ബാർ അസോസിയേഷൻ. ഇക്കാര്യം ആവശ്യപ്പെട്ട് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ചീഫ് ജസ്റ്റിസിന് കത്തയച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കത്ത്? അനുജ, ഈ അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് രാജ്യത്തെ വിവിധ സർക്കാർ സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പകുതി ദിവസം അവധിയും പല സംസ്ഥാന സർക്കാരുകളും പകുതിയോ അല്ലെങ്കിൽ പൂർണ്ണ ദിവസ അവധിയോ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ബാർ അസോസിയേഷൻ ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കത്തയച്ചിരിക്കുന്നത്. അഭിഭാഷകർ കോടതിയിൽ നാളെ ഹാജരാകാതിരുന്നാൽ അതിൻ്റെ പേരിൽ അവർക്ക് പ്രതികൂലമാകുന്ന തരത്തിലൊരു തീരുമാനം ഉണ്ടാകരുത് എന്നാണ് സുപ്രീം കോടതി ബാർ അസോസിയേഷൻ്റെ ആവശ്യം. ഇതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ സുപ്രീം കോടതി രജിസ്ട്രിക്ക് നൽകണമെന്നാണ് ചീഫ് ജസ്റ്റിസിന് അയച്ച കത്തിൽ സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അതീഷ് അഗർവാല ആവശ്യപ്പെടുന്നത്. രാജ്യത്തെ പല സർക്കാരുകളും ഇത്തരത്തിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന കാര്യവും ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അനുജ. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മിച്ചഭൂമി കേസിൽ തിരുവമ്പാടി മുൻ MLA ജോർജ് എം തോമസിന് തിരിച്ചടി. ജോർജ് എം തോമസ് കൈവശം വെച്ച ഭൂമി കണ്ടുകെട്ടാൻ ലാൻഡ് ബോർഡ് ഉത്തരവിട്ടു. 5.75 ഏക്കർ ഭൂമിയാണ് മിച്ചഭൂമിയായി കണ്ടുകെട്ടാൻ ഉത്തരവ്. ഇതിൽ പുതിയ വീട് നിർമ്മിക്കുന്ന 35 സെന്റ് ഭൂമിക്ക് ഇളവ് നൽകിയിട്ടുണ്ട്. വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ജോർജ് എം തോമസ് പറഞ്ഞു. വിരുദ്ധമാണ്. അത് തെറ്റായ നിഗമനങ്ങളാണ്. ആ തെറ്റായ നിഗമനങ്ങൾ വിധിയിലുണ്ടാകുന്നത് രേഖ നിലയിൽ അത് നീക്കം ചെയ്യപ്പെടേണ്ടതാണ്. അതുകൊണ്ട് അത് മാത്രം നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് തന്നെ നിയമവിദഗ്ധരുമായി ആലോചിച്ചിട്ട് ശേഷം എടുക്കേണ്ട ഒരു കാര്യമാണ്. നിലവിലെ വിധി നമ്മളെ ഒരു തരത്തിലും പ്രതികൂലമായി ബാധിക്കാത്ത സ്ഥിതിക്ക് അത് വേണോ എന്നുള്ള ഒരു ആശയക്കുഴപ്പമുണ്ട്. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി. ഷഹദ്, ഇത് ഏറെ വർഷങ്ങൾക്ക് മുൻപ് ഉള്ളൊരു കേസാണ്, അത്രയും പഴക്കമുള്ളൊരു കേസാണ്. ആ സമയത്ത് കോടതിയെ സമീപിക്കുമ്പോൾ വളരെ വേഗം തീർപ്പാക്കണമെന്ന് ലാൻഡ് ബോർഡിനോട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നതുമാണ്. പക്ഷേ ഇപ്പോൾ ലാൻഡ് ബോർഡ് വളരെ വൈകി ഇങ്ങനൊരു തീരുമാനം കൈക്കൊള്ളുമ്പോൾ അത്
പ്രതികൂലമായി ബാധിക്കില്ല എന്ന് ജോർജ് എം തോമസ് പറയുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ തുടർ നടപടി എങ്ങനെയായിരിക്കുമെന്നാണ് വ്യക്തമാക്കിയത്. ഈ വിഷയത്തിൽ ജോർജ് എം തോമസ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വിധിയിലെ നിഗമനങ്ങളിൽ ചിലത് വാസ്തവ വിരുദ്ധമാണ്. അതുകൊണ്ട് ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു നിലപാട്. കാരണം ഈ വിധി വന്നെങ്കിൽ പോലും തങ്ങളെ കാര്യമായിട്ട് ഈ വിധി ബാധിക്കില്ല. കാരണം ഈ സ്ഥലം ഏതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വെല്ലുവിളിക്കുകയും ചെയ്യുകയാണ് ഈ വിഷയത്തിൽ. ജോർജ് എം തോമസും സഹോദരങ്ങളും കൈവശം വെച്ച ഏകദേശം 16.4 ഏക്കർ ഭൂമിയിലെ 5.75 ഏക്കർ ഭൂമിയാണ് മിച്ചഭൂമിയായിട്ട് കണ്ടുകെട്ടുവാൻ കോഴിക്കോട് ലാൻഡ് ബോർഡ് ഉത്തരവിട്ടത്. കണ്ടുകെട്ടുന്ന 5.25 ഏക്കറിൽ നിന്ന് ഏകദേശം പുതുതായി അദ്ദേഹം ഒരു വീട് നിർമ്മിക്കുന്നുണ്ട്. 35 സെന്റ് ഭൂമി ഒഴിവാക്കണമെന്ന ജോർജ് എം തോമസ് അപേക്ഷ ഈ ബോർഡിന് മുമ്പാകെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ബോർഡ് അംഗീകരിക്കുകയും ചെയ്തു. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അദ്ദേഹം ഇപ്പോൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. കാരണം തങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള നഷ്ടങ്ങളില്ല എന്നൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വളരെയധികം പഴക്കമുള്ള കേസാണ്. ഏകദേശം 2000-ൽ ലാൻഡ് ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വിധിക്കെതിരെ ജോർജ് എം തോമസ് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. എന്നാൽ അപേക്ഷയിലെ വാദങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്ന താലൂക്ക് ലാൻഡ് ബോർഡ് ഓഫീസർ നടത്തിയ പരിശോധനയിൽ വ്യക്തമാക്കി. ഇതോടെയാണ് വീണ്ടും 2000-ലെ ലാൻഡ് ബോർഡ് വിധി നടപ്പാക്കാത്തത് ചോദ്യം ചെയ്തുകൊണ്ട് സ്വകാര്യ വ്യക്തികൾ ലാൻഡ് ബോർഡ് കമ്മീഷണർക്ക് പരാതി നൽകുകയും പിന്നീട് ആ വിഷയത്തിൽ ഒരു വിധി വരികയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നിലവിലെ സാഹചര്യത്തിൽ ജോർജ് എം തോമസിന്റെ നിലപാട് എന്ന് പറയുന്നത് തങ്ങളെ ഇത് കാര്യമായിട്ട് ബാധിച്ചില്ല. മാത്രവുമല്ല ഈ വിധിയിൽ പലതരത്തിലുള്ള അവ്യക്തകളുമുണ്ട്, വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കും. പക്ഷേ ഹൈക്കോടതിയെ സമീപിക്കുമ്പോഴും നിയമവിദഗ്ധരുമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോടതിയെ സമീപിക്കും എന്നൊരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. ഭൂമി കേസിലാണ് ജോർജ് എം തോമസിന്റെ ഭൂമി 5.75 ഏക്കർ ഭൂമി കണ്ടുകെട്ടാൻ ലാൻഡ് ബോർഡിന്റെ ഉത്തരവ്. ആലപ്പുഴയിൽ പ്രസവം നിർത്താനുള്ള ശസ്ത്രക്രിയയ്ക്കിടെ മരിച്ച യുവതിയുടെ പോസ്റ്റ്മോർട്ടം വിദഗ്ധ പോലീസ് സർജന്മാരുടെ നേതൃത്വത്തിൽ നടക്കും. ബന്ധുക്കളുടെ ആവശ്യം പരിഗണിച്ചാണ് ആലപ്പുഴ ജില്ലാ കളക്ടർ ജോൺ വി സാമുവേലിന്റെ ഉത്തരവ്. ആലപ്പുഴ പഴയ വീട് സ്വദേശി ആശാ ശരത് ഇന്നലെ വൈകിട്ടാണ് മരിച്ചത്. വനിതാ ശിശു ആശുപത്രിയിലെ ശസ്ത്രക്രിയയ്ക്കിടെ ഉണ്ടായ പിഴവാണ് മരണകാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, പോലീസ് സർജന്മാർ അതോ വിദഗ്ധ ഡോക്ടേഴ്സ് എത്തും പോസ്റ്റ്മോർട്ടത്തിനായി എന്നതാണ് ജില്ലാ കളക്ടർ ഉച്ചയ്ക്ക് മുൻപ് അറിയിച്ചത്. പോസ്റ്റ്മോർട്ടം എപ്പോൾ നടക്കും? അനുജ, ഞാൻ നിലനിൽക്കുന്നത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലാണ്. അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെ മോർച്ചറിയിലേക്ക് അവിടെ പോയിരുന്നു. ഇവരുടെ ആശാശരത്തിൻ്റെ ബന്ധുക്കളെ കണ്ടിരുന്നു. നടപടികളൊന്നും, അതായത് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടില്ല. വിദഗ്ധ സംഘമാണ്, അതായത് ഒരു ഫോറൻസിക് സർജൻ ഉൾപ്പെടെ 2 പോലീസ് സർജൻ ഉൾപ്പെടെയുള്ള മെഡിക്കൽ ടീമാണ്, പ്രത്യേക ഡോക്ടേഴ്സാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുക. ഇതിനുള്ള സംവിധാനങ്ങളും മറ്റ് മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകുന്നത്. നേരത്തെ ഇന്ന് രാവിലെ തന്നെ ജില്ലാ കളക്ടർ ജോൺ വി സാമുവലിനെ നേരിട്ടെത്തി ബന്ധുക്കൾ കാര്യം ബോധ്യപ്പെടുത്തിയിരുന്നു. അതായത് ഈ ആലപ്പുഴ കടപ്പുറത്തെ വനിതാ ശിശു ആശുപത്രിയിൽ നിന്നുണ്ടായ വലിയ ഗുരുതരമായ വീഴ്ചയാണ് പ്രധാനമായും അവർ ചൂണ്ടിക്കാട്ടുന്നത്. അവിടെ ആശുപത്രിയിൽ വെച്ച് ഇത്തരത്തിലുള്ള ഒരു അവശത അല്ലെങ്കിൽ ഒരു അസ്വാസ്ഥ്യം ഈ ശസ്ത്രക്രിയയ്ക്കിടെ തോന്നി. പിന്നീട് 45 മിനിറ്റോളം അത്തരത്തിലുള്ള അസ്വസ്ഥത തോന്നിയിട്ടും ആശയെ അവിടെ തന്നെ മറ്റ് ചികിത്സ നൽകാതെ അവിടെ തന്നെ വെച്ചുകൊണ്ടിരുന്നു. പിന്നീട് ഇവർ പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് ആശുപത്രി വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത്. അപ്പോഴേക്കും 1 മണിക്കൂറിലധികം സമയം അവിടെ നഷ്ടപ്പെട്ടു. പിന്നീട് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയപ്പോഴും ഇന്നലെ അതായത് വെള്ളിയാഴ്ചയാണ് ഈ സംഭവം. വെള്ളിയാഴ്ച എത്തിച്ചപ്പോഴും ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ പറഞ്ഞത് ബ്രെയിൻ ഡെത്ത് ഉണ്ടായി എന്നാണ്. പക്ഷേ അപ്പോഴും മരണം സംഭവിച്ചില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പിന്നീട് ഇന്ന് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ വൈകിട്ട് 6:30 തന്നെ ആശാ ശരത്ത് മരിച്ചു. ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുൻ മന്ത്രി ജി സുധാകരൻ ഈ വിഷയത്തിൽ ഇടപെട്ട് ആശാ ശരത്തിൻ്റെ ആലപ്പുഴ പഴവീടുള്ള വീട്ടിലേക്ക് അദ്ദേഹം പോയി ബന്ധുക്കളെ കണ്ട് ആശ്വസിപ്പിച്ചു. ഒപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിനെ അദ്ദേഹം ഫോണിൽ വിളിച്ചു. ആ വീട്ടിലെത്തി അവിടെ വെച്ച് ഫോണിൽ വിളിച്ചു. ഈ വിഷയത്തിൽ ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിശദീകരണമുണ്ടോ? നമ്മൾ അവരുമായി സംസാരിച്ചു കാണുമല്ലോ മനീഷ്. അവരുമായി നമ്മൾ ഇന്നലെ തന്നെ സംസാരിച്ചു. ഇന്നലെ ഈ മരണമുണ്ടായി, നമ്മൾ ഈ വാർത്ത ഇന്നലെ കൊടുക്കുന്നതിന് മുൻപ് തന്നെ അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിൻ്റെ വിശദീകരണം കൂടി തേടിയിരുന്നു. അവർ പ്രാഥമികമായി പ്രാഥമികമായി ഡോക്ടർമാരുടെ നിഗമനം ശസ്ത്രക്രിയക്കിടെ ഹൃദയസ്തംഭനം ഉണ്ടായി, കാർഡിയക് അറസ്റ്റ് ഉണ്ടായി എന്നാണ്. പക്ഷേ വലിയ സങ്കീർണതകളില്ലാത്ത ഒരു ശസ്ത്രക്രിയയാണ്, താക്കോൽ ദ്വാര ശസ്ത്രക്രിയയാണ് ഈ പ്രസവം നിർത്തൽ ശസ്ത്രക്രിയ. ഇതിനിടയിൽ ഹൃദയാഘാതം ഉണ്ടാകുക, അങ്ങനെ ഒരു അനിതര സാധാരണമായ
വിഷയമാണ്. പക്ഷേ ഡോക്ടർമാർക്ക് എന്താണ് കാരണമെന്ന് വ്യക്തമാകണമെങ്കിൽ പ്രാഥമികമായിട്ടുള്ള നിഗമനം കാർഡിയക് അറസ്റ്റ് ആണെങ്കിൽ കൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ അതെന്താണെന്നുള്ള കാര്യം വ്യക്തമാവുകയുള്ളൂ. പക്ഷേ ഈ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ബന്ധുക്കൾ ഈ പോസ്റ്റ്മോർട്ടം നടപടിയിൽ വിദഗ്ധ സംഘം വേണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങി പൂർത്തീകരിക്കും. നാളെയാണ് ആശാ ശരത്തിൻ്റെ മൃതദേഹം ശവസംസ്കാര ചടങ്ങുകൾ നടക്കുക. ഭർത്താവ് വിദേശത്താണ്. അദ്ദേഹം നാളെ രാവിലെ 8 മണിയോടുകൂടി തന്നെ എത്തുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. അനുജ, അതാണ് എന്താണ് മരണകാരണം എന്നുള്ളത് അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ നിർണായകമാകുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് മഹാറാലി. വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രതിഷേധം. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മഹാറാലി ഉദ്ഘാടനം ചെയ്യും. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി. സമീർ, റാലി തുടങ്ങിയോ? തനുജ, വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന പ്രമേയമായി മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിക്കുന്ന മഹാറാലി അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായി ആരംഭിക്കും. ഇപ്പോൾ റാലി കോഴിക്കോട് സരോവരം പാർക്കിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ 5:30 കൂടിയായിരിക്കും ഈ പൊതുസമ്മേളന നഗരിയിലേക്ക് റാലി എത്തിച്ചേരുന്നത്. പൊതുസമ്മേളനം 5:30 കൂടിയായിരിക്കും ആരംഭിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ഒപ്പം തന്നെ പ്രമുഖരുടെ ഒരു സാന്നിധ്യവും ഇവിടെയുണ്ട്. മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ MLA-മാർ, MP-മാർ എല്ലാവരുമുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യാതിഥിയായി എത്തുന്നത് തെലങ്കാന മന്ത്രി ധൻസാരി അനസൂയ സീതയ്ക്കയാണ് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഈ പരിപാടിയിൽ സമ്മേളിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു സംഘടനം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ കാണാനായത്. അതിന്റെ ഒരു ഫലം തന്നെ നമുക്കിപ്പോൾ കാണാനാവുന്നു. 1,00,000 പേരെ ഇവിടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മഹാറാലിയാണ് എന്നുള്ള കാര്യമാണ് മുസ്ലിം ലീഗ് അവകാശപ്പെടുന്നത്. ആ അവകാശപ്പെട്ട പോലെ തന്നെ അത്തരത്തിലുള്ള ഒരു ജനനിബിഡമാകും ഈ ബീച്ച് എന്നതിൽ സംശയമില്ല എന്നുള്ള കാര്യമാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. വിവിധ ഇടങ്ങളിലായിക്കൊണ്ട് 14 ജില്ലകളിൽ നിന്നും, പ്രധാനമായും മലബാറിലെ ജില്ലകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തകരെയും നേതാക്കളെയും ഇവിടേക്ക് അവർ എത്തിക്കുന്നത്. ലീഗിന്റെ വലിയ ഒരു നേട്ടം, യൂത്ത് ലീഗിന്റെ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റം, പ്രത്യേകിച്ചും ലോക്സഭ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യം, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ഒരു വലിയ റാലി സംഘടിപ്പിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വിദ്വേഷപരമായിട്ടുള്ള നിലപാടുകൾക്കെതിരെയാണ് ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അതോടൊപ്പം തന്നെയാണ് കേരളത്തിൽ ഇടത് സർക്കാർ നടത്തുന്ന ദുർഭരണത്തിനെതിരായിട്ടുള്ള ഒരു താക്കീത് കൂടിയാവും തങ്ങളുടെ ഈ റാലി എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ ഒരു റാലിയാക്കി ഇതിനെ മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മുസ്ലിം യൂത്ത് ലീഗ് ഉള്ളത്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും. സാദിഖ് തങ്ങൾ, ഒപ്പം തന്നെ VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തിച്ചേരും. എന്തായാലും ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഇപ്പോൾ പ്രധാനപ്പെട്ട മറ്റ് നേതാക്കൾ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ദേശീയ നേതാക്കൾ, ഒപ്പം തന്നെ സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ രീതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നേരിയ രീതിയിലുള്ള ഒരു വെയിലുണ്ട് എന്നിരുന്നാൽ കൂടി അതിനൊന്നും തന്നെ ഒരു കാര്യമായ വിധത്തിൽ ഒരു ജനപങ്കാളിത്തത്തെ അതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് മഹാറാലി നടക്കുന്നത്. വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രതിഷേധം. ഗായകൻ സൂരജ് സന്തോഷിനെതിരായ സൈബർ ആക്രമണ കേസിൽ പ്രതി അറസ്റ്റിൽ. എറണാകുളം സ്വദേശിയായ ഉണ്ണികൃഷ്ണനാണ് അറസ്റ്റിലായത്. ഫോൺ വിളിച്ച് അസഭ്യം പറഞ്ഞതിനും സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചതിനുമാണ് കേസ്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. AV ജയശങ്കർ വിവരങ്ങളുമായി. ജയശങ്കർ, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ. അനുജ, എറണാകുളം സ്വദേശിയായ ഉണ്ണികൃഷ്ണനെയാണ് പൂജപ്പുര പോലീസ് അറസ്റ്റ് ചെയ്ത. ഗായകൻ സൂരജ് സന്തോഷിനെതിരായ സൈബർ ആക്രമണത്തിലായിരുന്നു അറസ്റ്റ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചതിനും ഒപ്പം അപകീർത്തിപ്പെടുത്തിയതിനും എതിരെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇയാളെ എറണാകുളത്ത് നിന്നും വിളിച്ചു വരുത്തിയായിരുന്നു പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. KS ചിത്ര രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട അനുകൂലമായ ഒരു പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ അതിനെ വിമർശിച്ചുകൊണ്ട് സൂരജ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്തി. ഇതിനെതിരെയായിരുന്നു ഈ എറണാകുളം സ്വദേശിയായ ഉണ്ണികൃഷ്ണൻ ഇത്തരത്തിൽ സൂരജിനെ അധിക്ഷേപിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ടാണ് പൂജപ്പുര പോലീസ് കേസ് എടുത്തിരുന്നത്. ഈ കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അനുജ, ശരി. ഗായകൻ സൂരജ് സന്തോഷിനെതിരായ സൈബർ ആക്രമണത്തിലാണ് എറണാകുളം സ്വദേശി ഉണ്ണികൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതാണ് ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.